ഏതൊരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്ന കാര്യമാണ് ഇതിലൊന്ന് ഫുൾ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് സന്തോഷത്തോടു കൂടി എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പോലുള്ള പരീക്ഷയാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഒരുപാട് നോക്കാനുണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് എഴുതിയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം. എന്നാലും ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയാണ്, 16-ാം തീയതി നടക്കുന്ന സോഷ്യൽ സയൻസ് എക്സാമിനേഷന് ഫുൾ മാർക്ക് A+ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടുതരും, നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമുക്ക് സോഷ്യൽ സയൻസിൽ SS1-ലും SS2-ലുമായിട്ട് 18 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ 18 ചാപ്റ്റേഴ്സിൽ ഒന്നുപോലും ഓപ്ഷണൽ അല്ല. ഓപ്ഷണൽ മീൻസ് ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെയൊന്നുമില്ല. ഒന്ന് പഠിക്കണം, ഒന്ന് പഠിക്കേണ്ട, അങ്ങനെയല്ല. 9 ആയിട്ട് 18 ചാപ്റ്റേഴ്സും പഠിച്ച് തീർത്തേ മതിയാവും. എങ്ങനെ തീർക്കും ഇത്? അതിനുള്ളൊരു കറക്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഏഗൺ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഞാനും അജിസൽ സാറും വരുന്നത്. അതിങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ 14-ാം തീയതി എന്ന് പറയുന്ന ദിവസം, ഇന്ന് രാത്രി 7:30 നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഫുൾ ചാപ്റ്റർ റിവിഷൻ. ഈ ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ പറയുന്നത് എല്ലാ ചാപ്റ്റേഴ്സും വള്ളി പുള്ളി വിടാതെ എല്ലാം എടുക്കും എന്നുള്ളതല്ല. എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ മുഴുവനായിട്ട് കവർ ചെയ്തേ നമ്മൾ പോകും. അതോടുകൂടി നിങ്ങളുടെ ബേസ് മൊത്തം ക്ലിയർ ആവും. നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം അതിൽ നിന്ന് കിട്ടും. ഇന്ന് രാത്രിയിൽ ഒരൊറ്റ ലൈവിൽ, അതായത് 14-ാം തീയതി രാത്രി, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച ഉള്ള ഈ ലൈവിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ അത് സെറ്റായിരിക്കും. നിങ്ങൾ പേടിക്കുക വേണ്ട. അതാണ് ആദ്യത്തെ പരിപാടി, 14 രാത്രി 7:30. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. യെസ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി, നമുക്കുള്ളത് രാത്രി 7:30 നമ്മൾ കാണുന്നത്. 7:30 PM ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നിങ്ങളെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലായിടത്തും പോയി കാണുന്ന മാതിരി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രമല്ല, ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇത് രണ്ടും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. അപ്പൊ സാറ് പറഞ്ഞത് ഫുൾ മാർക്ക് എന്നാണല്ലോ. ഈ ഫുൾ മാർക്ക് എവിടെ കിട്ടും? മിഠായി തെരുവിലാണോ, പാളയത്താണോ? അല്ല. ഈ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ 16-ാം തീയതി വരെ കാത്തു വെക്കണം. 16-ാം തീയതി രാവിലെ 7:30 AM അലാം വെച്ച് എണീച്ചോ, നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ടി. ആ ഒരു ലൈവോട് കൂടി നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിൽ നിന്ന് എത്ര മാർക്കിന് ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ഞങ്ങൾ ലൈവിൽ പറഞ്ഞു തരും. വള്ളി വിടാതെ പറഞ്ഞു തരും. ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് തരും ഈ 2 ലൈവിൽ. ഓക്കെ, മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇന്ന് അതായത് 14-ാം തീയതി രാത്രിയിലെ ലൈവില് പറഞ്ഞു, പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ലൈവായിരിക്കും. ഓക്കെ, നമ്മൾ ഒരു ഭാഗം പോലും മിസ് ചെയ്യൂല എന്നല്ല പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടേ ലൈവ് നമ്മൾ അവസാനിപ്പിക്കത്തുള്ളൂ. പക്ഷേ കൂടുതൽ സമയം എടുക്കത്തില്ല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം മുന്നോട്ട് പോയി കൂടുതൽ മാർക്ക് നേടുന്ന ഒരു സ്കീമാണ് ഏഗണിൻ്റെയും എൻ്റെയും അജിസൽ സാറിൻ്റെയും. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് കയറിക്കോ. വരുന്ന വഴി നിങ്ങളുടെ കൂട്ടുകാരെയും പിടിച്ചോ, കൈയും പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നോ. ആർക്കും ഒരു നഷ്ടവും സംഭവിക്കൂല. അവർക്കെല്ലാം A+ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, കയറിപ്പോരട മക്കളെ. അപ്പോൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറക്കണ്ട സമയവും തീയതിയും. ഓക്കെ, താങ്ക് യു, ബൈ.